ഡൽഹിയിലേക്കാണ് പോകുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രതിപക്ഷ ബഹളമാണ്. രാജ്യസഭയും ലോക്സഭയും 12 മണിവരെ നിർത്തിവച്ചിരുന്നു. ബീഹാർ വോട്ടർ പട്ടിക, പഹൽഗാം വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിന് മുന്നിലെത്തി ബഹളം വെച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, ഇപ്പോൾ എന്താണ് അവസ്ഥ? 12 മണിവരെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവച്ചിരുന്നു. രാഖി, വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രതിപക്ഷ ബഹളമായിരുന്നു പാർലമെന്റിന്റെ ആദ്യ മിനിറ്റുകളിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും 12 മണിവരെ നിർത്തിവെച്ചു. ഇപ്പോൾ ലോക്സഭ 12 മണിക്ക് ശേഷം സഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്നാൽ രാജ്യസഭയിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം കാരണം രാജ്യസഭ 2 മണിവരെ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുകയും ചോദ്യോത്തരവേളയിലേക്ക് കടന്നുകൊണ്ട് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടക്കവെയാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാജ്യത്ത് കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും അവർക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമ്പോഴാണ് അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ സ്പീക്കറുടെ ചെയറിന് മുൻപിലേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയും ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അതിരുവിട്ട പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ കടക്കുകയും ചെയ്തത്. പിന്നീട് സ്പീക്കർ ഓം ബിർള നിരവധി തവണ പ്രതിപക്ഷാംഗങ്ങളോട് സീറ്റിലേക്ക് പോയിരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചത്. ഇപ്പോൾ ലോക്സഭാ നടപടികൾ 12 മണിക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ രാജ്യസഭാ നടപടികൾ വീണ്ടും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നലെയും നിരവധി തവണ സമാനമായി പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ സഭാ നടപടികൾ പരിശോധിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമ ശ്രദ്ധ നേടുന്നതിനുൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുക, ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ ചർച്ച വേണമെന്നും ചില പ്രതിഷേധങ്ങളും സഭയിൽ പതിവുള്ളതാണ്. അത്തരത്തിൽ പ്രതിഷേധ സ്വരങ്ങൾ മുൻപും സഭയിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിരുവിട്ടുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ക്രിയാത്മകമായ ചർച്ചകൾക്ക് അവസരം നൽകാതെ, പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളിൽ പോലും ചർച്ചകൾക്ക് അവസരം നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ വർഷകാല സമ്മേളനത്തിലും സമാനമായ അവസ്ഥയാണുള്ളത്. ഇന്ന് 12 മണിവരെ ഇരുസഭകൾ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ലോക്സഭാ നടപടി പുരോഗമിക്കുകയാണ്. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്ന് ഹരിവംശ് നാരായൺ സിംഗ് ആണിപ്പോൾ ഈ ചെയർമാന്റെ ചുമതല വഹിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ ബഹളം കാരണം 2 മണിവരെ രാജ്യസഭയും നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ ആദായ നികുതി വകുപ്പ് നിയമ ഭേദഗതി ഉൾപ്പെടെ പുതിയ 8 ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവന്ന് സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 21 വരെ നീണ്ടു നിൽക്കുന്ന, 1 മാസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിന് ഇന്നലെയായിരുന്നു തുടക്കമായത്. രാഖി. ശരി ജിഷ്ണു, രാജ്യസഭ വീണ്ടും നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് സഭാ നടപടികൾ നിർത്തിവെച്ചത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ നേരത്തെ നിർത്തിവെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ സഭാ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കാണും. सभी दल के नेताओं से अपील करना चाहते हैं. आई एम रिक्वेस्टिंग टू केसी वेणुगोपाल जी, अखिलेश यादव जी, ऑल द रिस्पेक्टिव लीडर्स. कल आपने एक विषय उठाया था. कल आप चाहते थे कि आपका ऑपरेशन सिंदूर पे उस पर डिस्कशन हो. संसदीय कार्य मंत्री ने कहा था कि आज बिजनेस एडवाइजरी कमेटी की बैठक है और उसमें स्पीकर साहब की अध्यक्षता में होगा. और आपने देखा कि बिजनेस एडवाइजरी कमेटी में जिसके लिए सदन को इसी तरह से कल बाधित कर रहे थे, 16 घंटे की उस पर डिस्कशन मंजूर हुआ. अगर आप चाहते हैं कि SIR पे भी, जिस पे आज आप, एक तो प्ले कार्ड अलाउ नहीं है, कृपया सदन की मर्यादा आपसे ही है. सदन में स्पीकर साहब ने समय समय पे कहा है कि इस तरह के कार्ड को डिस्प्ले मत करिए, ये सदन की मर्यादा को ठेस पहुंचाता है, सदन की गरिमा. ये सदन आपका है, देश का सर्वोच्च सदन है, पूरे देश की जनता देख रही है. अगर आप इस विषय पर डिस्कशन चाहते हैं तो कृपया अखिलेश जी, बिजनेस एडवाइजरी कमेटी में ये विषय आएगा और जिस विषय पे भी आप चर्चा, तो सदन से मैं आग्रह करूंगा अमर जी कि आप लोग सबको लेके जाएं, मैं इस विषय पे रूलिंग दे दूंगा. आप कृपया सदन के सदस्य से, औजला जी आप वैकेट करें. मैं आपसे अनुरोध कर रहा हूं कि जब सरकार आपके किसी भी विषय को
मैं सभी माननीय सदस्यों से अपील करता हूं, सभी दल के नेताओं से अपील करता हूं कि अगर संसदीय कार्य मंत्री जी कह रहे हैं कि जो भी विषय रूल के अंतर्गत जो भी विषय बिजनेस एडवाइजरी कमेटी तय करेगी, आपने ऑपरेशन सिंदूर पे देखा है, इस विषय को भी आप ले आइए। ശ്രമമാണ് ഇപ്പോൾ ലോക്സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യസഭ നേരത്തെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ചിരുന്നു. പിന്നീട് 2 മണിവരെ തടസ്സപ്പെടുന്നു. അങ്ങനെ സഭാ നടപടികൾ 12 മണി എന്നുള്ളത് 2 മണിവരെ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. महत्वपूर्ण सवाल है, क्वेश्चन आवर के सवाल हैं। आप सबसे आग्रह है कि आप सदन को 0 आवर में चलने दें, सदन को 0 आवर चलने दें। मैं सदन चलाना चाहता हूं। अलाउ टू एवरीबॉडी दोज नाउ बैलेट इन 0 आवर। तो ये आपका समय है, आपका अवसर है। संसदीय कार्य मंत्री जी ने भी कहा है कि हम सभी विषयों पर चर्चा करने के लिए तैयार हैं। आखिर आप क्या चाहती हैं, क्या आपका है इस विषय पे? अगर आप चर्चा चाहते हैं तो इसका नियम है, आप प्ले कार्ड के बजाय लिख करके दीजिए। आप प्ले कार्ड दिखाने के बजाय आप हाउस के मेंबर हैं, आप यू कैन सबमिट योर प्रपोजल resolutions in the form accordance with the law, और वो दैट विल बी कंसीडर्ड बाय योर बिजनेस एडवाइजरी कमेटी। और स्पीकर साहब समय देंगे, सरकार जवाब देगी। आपको क्या चिंता नहीं? ये डिस्प्ले इसको करके आप क्या संदेश देना चाहते? इस सदन में आप केवल ये इस तरह के कार्ड्स को डिस्प्ले कर रहे हैं। इससे निश्चित तौर से मैं कहता हूं, आपसे आग्रह करता हूं, आप लोगों से आग्रह करता हूं, आप इसको सदन को फिर मजबूर कर रहे हैं। ये सदन जो आपका समय है कि हम सदन को स्थगित करें। आपसे आज भी आग्रह है कि आप इस सदन को मैं चलाना चाहता हूं। सभा की कार्रवाई 2 बजे तक के लिए स्थगित की जाती है। ജിഷ്ണു കൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം തന്നെയാണ്. നിങ്ങളും സഭാ അംഗങ്ങളാണ് എന്ന കാര്യം മറക്കരുത് എന്ന് സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ വീണ്ടും സഭ നിർത്തിവെച്ചിരിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഗി, ലോക്സഭ ഇപ്പോൾ പ്രതിപക്ഷ ബഹളം കാരണം 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഈ ചർച്ച വേണമെന്ന ആവശ്യം എത്രത്തോളം പൊള്ളത്തരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്പീക്കർ ചെയറിലുള്ള ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർ ചെയറിനടുത്തേക്ക് എത്തിയത്. തുടർന്ന് ഏത് വിഷയത്തിൽ വേണമെങ്കിലും നിങ്ങൾ ഉന്നയിക്കൂ, ഏത് വിഷയത്തിൽ വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എഴുന്നേറ്റ് നിന്ന് അറിയിക്കുകയും ഏത് വിഷയത്തിലും നമുക്ക് ചർച്ച ചെയ്യാം, അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ്, ലോക്സഭയിൽ ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാം, കേന്ദ്ര സർക്കാർ മറുപടി നൽകുമെന്ന് അറിയിച്ചിട്ടും ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെക്കുകയും പ്ലക്കാർഡ് ഉയർത്തിയതിനെയുമാണ് സ്പീക്കർ ചെയറിൽ ഇരുന്നിട്ടുള്ള ജഗദാംബിക പാൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നിങ്ങളുടേത് ഈ ഒരു സഭ എന്നുള്ളത് നിങ്ങളുടേത് കൂടിയാണ്, എന്നിട്ട് പോലും ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എഴുന്നേറ്റിന് നിന്ന് അറിയിച്ചിട്ടും പിന്നെന്തിനാണ് ഇത്തരത്തിൽ ബഹളം വെക്കുന്നതും പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുന്നതും, നിങ്ങൾ സീറ്റിലേക്ക് പോയിരിക്കും, നമുക്ക് ചർച്ച നടത്താം എന്നാവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാതെ പ്രതിപക്ഷം ബഹളം വെച്ചതോടുകൂടിയാണ് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുകയും 2 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ചർച്ച വേണം വിവിധ വിഷയങ്ങളിൽ, അത് ബീഹാർ വോട്ടർ പട്ടികയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പെഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും അത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചർച്ച നടത്താം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുമ്പോൾ അതിന് വഴിവെക്കാതെ അത്തരം ക്രിയാത്മകമായ ഗൗരവമായ ചർച്ചകളിലേക്ക് കടക്കാതെ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് സമ്മേളന കാലയളവുകൾ പരിശോധിക്കുമ്പോൾ ഇതേ സമീപനമാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ സ്വീകരിക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടും, അതിന്മേൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുമെന്നാൽ ചർച്ചയ്ക്കുള്ള യാതൊരു വഴിയും വെക്കാതെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ അതിനുള്ള അവസരം നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യാറുള്ളത്. ഇന്ന് വർഷകാല സമ്മേളനത്തിൻ്റെ 2ാം ദിനത്തിലും ആദ്യം
11 മണിയോടുകൂടി സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. തുടർന്ന് 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചു. 12 മണിയോടുകൂടി രാജ്യസഭ ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വീണ്ടും അടിയന്തരമായി 2 മണിവരെ സഭ നിർത്തിവെച്ചു. ലോക്സഭയിൽ ഏകദേശം 10 മിനിറ്റോളം സഭാ നടപടികൾ തുടർന്നെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് ചെയറിനടുത്തേക്ക് എത്തുകയായിരുന്നു. ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അതിരുവിട്ട പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തി. അവരുടെ ആവശ്യം വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്രമന്ത്രി അർജുൻ രാം മേഘ്വാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷം ഏത് വിഷയമാണോ പറയുന്നത് അത്തരം വിഷയങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് തയ്യാറാണ്, സഭയിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് അറിയിച്ചെങ്കിലും അത്തരത്തിൽ ചർച്ചയ്ക്ക് യാതൊരു തരത്തിലും അവസരം നൽകാതെ പ്രതിപക്ഷാംഗങ്ങൾ വീണ്ടും ബഹളം വെച്ചതോടുകൂടിയാണ് ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചിട്ടുള്ളത്. രാഖി. ശരി ജിഷ്ണു, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രതിപക്ഷ ബഹളമാണ്, സഭ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ്. രാജ്യസഭയും ലോക്സഭയും 2 മണിവരെയാണ് നിലവിൽ നിർത്തിവച്ചിരിക്കുന്നത്. ബീഹാർ വോട്ടർ പട്ടിക, പഹൽഗാം വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിന് മുന്നിലെത്തി ബഹളം വെച്ചത്. ഈ ഏത് വിഷയത്തിൽ വേണമെങ്കിലും ചർച്ചയാകാമെന്ന നിലപാടിലാണ് ഭരണപക്ഷം. എന്നാൽ ബഹളമാണ്, ഒന്നിനോടും മായ്പെടുന്ന ഒരു സാഹചര്യമില്ല. പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.